ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇഗ്നൂസ് കിച്ചൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ള കുട്ടികൾക്കെല്ലാം ഒത്തിരി ഇഷ്ടമുള്ള പിക്കാച്ചുവിൻ്റെ കേക്കുമായിട്ടാണ്. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം. ഇത് ഞാൻ എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ്. മോനും പിക്കാച്ചുവിന് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഇതിൽ കുറച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ നിങ്ങൾ വരുവാണെങ്കിൽ ക്ഷമിക്കുക. കാര്യം ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ ചെയ്തെടുത്ത കേക്കാണ്. നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു കേക്ക് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ 2.5 കപ്പ് മൈദമാവ് ഓൾ പർപ്പസ് ഫ്ലോറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഫസ്റ്റ് ഒന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ അരിപ്പയിലേക്ക് ഇത് ആഡ് ചെയ്യുവാണ്. മാവിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യുവാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്യുവാണ്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ചിനും വേണ്ടിയിട്ട് സോൾട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുമ്പോഴത്തേ അതിനകത്ത് കട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റി കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എല്ലാം ആ മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്തുകയും ചെയ്യേ. 2 തവണ ഇതേപോലെ മാവ് റിപ്പീറ്റ് ചെയ്ത് അരിച്ചെടുക്കുക. മാവ് ഞാനപ്പോൾ ഫുള്ളായിട്ട് അരിച്ചെടുത്ത് മാറ്റി വെച്ചു. ഇനി ഒരു 4 മുട്ടയാണ് എടുക്കുന്നത്. അപ്പം 4 മുട്ട ഫുള്ള് യെല്ലോട് കൂടിയാണ് എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറുള്ള മുട്ട വേണം നിങ്ങൾ എടുക്കാൻ. അപ്പോൾ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ട നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കുക. ഇതിലേക്ക് ടോട്ടലായിട്ട് ഞാൻ 1.25 കപ്പ് പൊടിച്ച ഷുഗറാണ് എടുക്കുന്നത്. ഞാനപ്പോൾ ഷുഗർ കുറേശ്ശെ ആഡ് ചെയ്തൊന്ന് ബീറ്റ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഷുഗർ കംപ്ലീറ്റായിട്ട് ഞാനിവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസും കൂടി ആഡ് ചെയ്യുവാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പിനും വേണ്ടിയിട്ട് ബട്ടറും കൂടെ ആഡ് ചെയ്യുവാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 3 മിനിറ്റ് ബീറ്റ് ചെയ്താൽ മതിയാവേ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്യുവാണ്. ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം നമ്മളിത് ഒരുപാടൊന്നും ബീറ്റ് ചെയ്യണ്ട. ഒരു 10 സെക്കൻഡ് ബീറ്റ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തേക്കാം. ഇപ്പോൾ 10 സെക്കൻഡ് ആയിട്ടുണ്ട്. ഞാൻ ബീറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുവാണ്. ഇനി ഇതിലേക്ക് മാവ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറേശ്ശെ മാവ് ആഡ് ചെയ്ത് ഞാനൊന്ന് ഈ സ്പാച്ചില വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. ഒരുമിച്ച് മാവ് ആഡ് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പാടായിരിക്കും. കേക്കിൻ്റെ ബാറ്റർ നമ്മൾ മാവ് ഫുള്ളായിട്ട് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ലൂസ് ആക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലും കൂടെ ആഡ് ചെയ്യുവാണ്. ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കേക്കിൻ്റെ ബാറ്റർ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ കേക്ക് ട്രേയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പം ഞാൻ ഓൾറെഡി കേക്ക് ട്രേ ഓയിലൊക്കെ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഞാൻ ബാറ്റർ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇത് 4 ഇഞ്ചിൻ്റെ കേക്ക് ട്രേ ആണ്. കേക്ക് ഞാൻ 2ആയിട്ടാണ് ചെയ്യുന്നത്. ഇതേ സെയിം ക്വാണ്ടിറ്റിയിലുള്ളത് തന്നെ മറ്റൊരു കേക്കും കൂടെ ചെയ്യുന്നുണ്ട്. എന്നാൽ മാത്രമേ ആ പിക്കാച്ചുൻ്റെ ഫുൾ ഷേപ്പിനുള്ള പിക്കാച്ചുൻ്റെ തലയും ബോഡിയും നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 2ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു കേക്ക് ചെയ്യുന്നത് 8 ഇഞ്ചിൻ്റെയാണ്. അപ്പോൾ ഒന്ന് എയർ ബബിൾസ് എല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കുവാണ്. ഞാനപ്പോൾ ഓവൻ ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. 350 ഡിഗ്രി ഫാരൻഹീറ്റിലാണ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് ഇട്ടിരുന്നത്. ഇതിപ്പം നമ്മൾ സെൽഷ്യസിൽ പറയുകയാണെങ്കിൽ 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ബാറ്റർ വെച്ച് കൊടുക്കുവാണ്. ഇനി ഒരു 20 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും നമുക്കിത് ഓപ്പൺ ചെയ്ത് എടുക്കാം. ഞാനിവിടെ 2 കേക്ക് ഒപ്പം ബേക്ക് ചെയ്തെടുത്തു.
ഇതിൽ വലതുവശത്തിരിക്കുന്നത് 4 ഇഞ്ചിൻ്റെ കേക്ക് പാനിൽ ചെയ്തെടുത്തതാണ്. അതിന് ഞാൻ 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അതുപോലെ ഇടത് സൈഡിലിരിക്കുന്നത് 8 ഇഞ്ചിൻ്റെ കേക്ക് ട്രേയിൽ ബേക്ക് ചെയ്തെടുത്തതാണ്. 4 ഇഞ്ചിൻ്റെ കേക്ക് ട്രേയിൽ ചെയ്തിട്ടുള്ള കേക്ക് 2 പീസായിട്ട് ഞാൻ ഒരേ സൈസിനാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. കേക്ക് ഞാനപ്പോൾ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചു. കേക്കിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് അപ്പോൾ റെഡിയാക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ സിറപ്പ് ഇപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. നമുക്ക് ഒറ്റൊന്നൂൽ പരുവത്തിലുള്ള സിറപ്പൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതിയാവേ. അപ്പോൾ ഞാൻ പാനൊന്ന് ഓഫ് ചെയ്യുവാണ്. സിറപ്പ് ഇപ്പോൾ തണുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കേക്കിൻ്റെ മുകളിലായിട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. 8 ഇഞ്ചിൻ്റെ കേക്കും അതിൻ്റെ മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് ചുരണ്ടിയിട്ട് അതിലേക്ക് സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഇനി ഇതൊന്ന് കുറച്ച് നേരത്തേക്കൊന്ന് മാറ്റി വയ്ക്കുകയാണ്. ഈ ഒരു ടൈം കൊണ്ട് വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച ഷുഗറാണ് മിക്സ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറേശ്ശെ ഷുഗർ ആഡ് ചെയ്ത് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുവാണ്. വിപ്പിംഗ് ക്രീം റെഡിയാക്കുന്നതിനും ഒരു 15 മിനിറ്റ്സിന് മുന്നേ ഞാൻ ബൗളും അതുപോലെ ആ വിസ്കും ഒക്കെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രീസ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം എടുത്തതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ബൗളിനകത്ത് നല്ല കൂളിങ്ങും ആയിരിക്കും. നമുക്ക് വിപ്പിംഗ് ക്രീം നല്ല കട്ടിയായിട്ട് കിട്ടുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ്. വിപ്പിംഗ് ക്രീമിലേക്ക് ഞാനൊരു 4 ഡ്രോപ്പ് യെല്ലോ ഫുഡ് കളറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ വീഡിയോ എങ്ങനെയോ മിസ്സായി, അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ യെല്ലോ ഫുഡ് കളർ ആഡ് ചെയ്തതിന് ശേഷം വിപ്പിംഗ് ക്രീം ഈ ഒരു ഫോമിലാണ് വരുന്നത് ലാസ്റ്റ്. ഇനി പിക്കാച്ചുവിൻ്റെ ഷേപ്പിന് നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഞാനപ്പോൾ ആ വയർ ഭാഗം ആ പിക്ചർ ഞാൻ ഏത് പിക്ചറാണ് നോക്കി ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാനിതിൻ്റെ സൈഡിൽ ആ ക്ലിപ്പിങ് കൊടുത്തിട്ടുണ്ടാവേ. ഞാനപ്പോൾ ഇമേജിലുള്ള പോലെ ഒന്ന് ആ വയർ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. പിക്കാച്ചുവിൻ്റെ വയർ പോർഷനിൽ നിന്ന് കട്ട് ചെയ്ത ആ 2 ഓവൽ ഷേപ്പിന് എടുത്തതും കൈയായിട്ട് മാറ്റുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഒന്ന് മുകളിലും ഒന്ന് താഴെയായിട്ടും ആ ഒരു രീതിയിലാണ് വെച്ച് കൊടുത്തത്. ഇനി നമുക്ക് പിക്കാച്ചുവിൻ്റെ വാൽ പോർഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാമേ. അപ്പോൾ അത് ഞാൻ 8 ഇഞ്ചിൻ്റെ കേക്കിലാണ് ചെയ്തെടുത്തത്. ജസ്റ്റ് ഒന്ന് ആ ഒരു വാലിൻ്റെ ഷേപ്പിന് കട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഇതേപോലെ സൈഡിൽ നിന്നൊന്ന് ഇളക്കിയെടുക്കുകയാണ് ചെയ്തത്. പിക്കാച്ചുവിൻ്റെ ചെവിയും കാലും കൂടെ അപ്പോൾ ഞാൻ 8 ഇഞ്ചിൻ്റെ കേക്കിൽ നിന്നും കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ചെവി ഞാൻ ഒരു ഓവൽ ഷേപ്പിന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തതിന് ശേഷം അതിന് താഴെ മുകളിലായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് ജോയിൻ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി ഇതിലേക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യുവാണ്. ഞാൻ സിപ്ലോ കവറിനകത്താണ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് വിപ്പിംഗ് ക്രീം പിക്കാച്ചുവിൻ്റെ ഫുൾ പോർഷൻ ഞാൻ ആഡ് ചെയ്യുവാണ്. വിപ്പിംഗ് ക്രീം ഞാനപ്പോൾ ഫുള്ളായിട്ട് ഇവിടെ സെറ്റ് ചെയ്തെടുത്തു. ഞാനപ്പോൾ യെല്ലോ കളർ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ഞാനപ്പോൾ പിക്കാച്ചുവിന് ഫുള്ളായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തു. ഈ ഒരു ഫോമിലാണ് കിട്ടുന്നത്. ഒന്ന് എല്ലാം സെറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും ഇത് ബ്ലാക്ക് ഐസിങ് ആണ്. ഐസിങ് വെച്ചിട്ടാണ് ഞാൻ പിക്കാച്ചുവിന് കണ്ണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കാണുന്ന ആ ഒരു പിക്ചർ പോലെ ഞാൻ പിക്കാച്ചുവിന് ഫുള്ളായിട്ടൊന്ന് റെഡിയാക്കി എടുക്കുവാണ്. ഒന്ന് കളറിങ് ഒക്കെ ചെയ്ത് കണ്ണും വായും ഒക്കെ വെച്ച് കൊടുത്ത് ഒന്ന് എടുക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറേ വീഡിയോസ് മിസ്സായി പോയി കേട്ടോ. കാര്യം ഇത് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഇതിലുള്ള ഒരു ശ്രദ്ധ കാരണം വീഡിയോ ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കുറേ കട്ടായി പോയി. ഇത് ഞാൻ ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ഐസിങ് വെച്ചിട്ടാണ് ആ ഒരു ചെവിയുടെ മുകൾ ഭാഗവും താഴെയൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ കണ്ണും ബ്ലാക്ക് ഐസിങ് വെച്ചിട്ടാണ് ചെയ്തത്. അതിൻ്റെ മുകളിൽ ഒരു വൈറ്റ് ഇത് വരുന്നത് വൈറ്റ് വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം ചെറുതായിട്ടൊരു ഡോട്ട് മാതിരി വെച്ച് കൊടുക്കുക ചെയ്തത്. പിന്നെ ആ ചുവപ്പ് രീതിയിൽ 2 ചീക്സിൻ്റെ 2 സൈഡ് വരുന്നത് കളറാണ്, ഫുഡ് കളറ്. ജസ്റ്റ് ഒന്ന് വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് പേസ്റ്റ് ചെയ്തെടുത്തതാണ്. അതുപോലെ ആ ടങ്കും അതുപോലെ തന്നെയാണ് കേട്ടോ. പിക്കാച്ചുവിന് ബ്ലാക്ക് ബോർഡർ കൊടുത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ സിപ്പ് ലോക്ക് എടുത്തിട്ട് അതിനകത്ത് ബ്ലാക്ക് ഐസിങ് മിക്സ് ചെയ്തതിന് ശേഷം വളരെ ചെറിയ ഒരു ഹോൾ ഇട്ടിട്ട് അത് ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്ത് എടുത്ത് ലൈൻ ബോർഡർ ഫുള്ളായിട്ട് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിക്കാച്ചു കേക്കിൻ്റെ ലാസ്റ്റ് അവസ്ഥ ഇതാണ് കേട്ടോ. ഈ ഒരു ഫോമിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇടയ്ക്കുള്ള വീഡിയോസൊക്കെ കുറച്ച് മിസ്സായി, എന്നാലും മാക്സിമം ഞാൻ കവർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്.
അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബർത്ത്ഡേ ഒക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയതായി കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ സൈഡിൽ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഓളും കൂടി കൊടുത്തേക്കുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.